ചീത്തയായ കൂട്ടുകെട്ട്, അശുദ്ധ സഖ്യങ്ങൾ, ഇത് ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ ശത്രുവാണ്. ഒരു ദൈവ പൈതൽ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിൽ ബലപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ തെറ്റായ ബന്ധങ്ങളെയും അശുദ്ധമായ കൂട്ടുകെട്ടുകളെയും ദൈവഹിതപ്രകാരമല്ലാത്ത എല്ലാ ഇടപാടുകളെയും ക്രമീകരിക്കേണ്ടതുണ്ട്. അശുദ്ധമായ ബന്ധങ്ങളിൽ നിന്ന് വിടുതലില്ലാത്തൊരു വ്യക്തിക്ക് ആത്മീയ ജീവിതമില്ല. എപ്പോഴാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ തെറ്റായ കൂട്ടുകെട്ടുകളെ കുറിച്ച് ബോധ്യപ്പെട്ട് വിടുന്നത്, അവിടെ വെച്ച് അവൻ അനുഗ്രഹമുണ്ട്. വളരെ പ്രസിദ്ധനായ, വളരെയധികം സാമ്പത്തികമായി ഉയർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം തിരുവചന പ്രകാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, കുടുംബത്തിൽ അസ്വസ്ഥത, സമാധാനക്കേട്, വളരെ ക്ലേശങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പല ദിവസങ്ങളായ അസ്വസ്ഥതയും സമാധാനക്കേടും വളരെ പ്രയാസങ്ങളോടെയും കുടുംബത്തിൽ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ വളരെ അസ്വസ്ഥയായിരുന്ന ഭാര്യ ക്രമേണ ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടി വ്രണം ഉണ്ടാകുന്ന രോഗത്തിന് അടിമയായി. ഇവർ വലിയ തെമ്മാടികളോ വലിയ കൊലപാതകികളോ വലിയ തിന്മയിൽ പൂണ്ടുകിടക്കുന്നവരായിരുന്നില്ല. പള്ളി പോകുന്നവരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു, ദൈവവചനത്തിന് പോകുന്നവരായിരുന്നു, അതുപോലെ സന്ധ്യാപ്രാർത്ഥന ഉള്ളവരായിരുന്നു, ദശാംശം കൊടുക്കുന്നവരായിരുന്നു, ദൈവിക മാർഗത്തിൽ നടക്കുന്ന ഒരു ദൈവവേദൽ തന്നെ ആയിരുന്നു ഇവര്. എന്നാൽ ഈ കുടുംബത്തിലുള്ള തിന്മ, അനർത്ഥങ്ങൾ, രോഗപീഠകൾ എത്ര പ്രാർത്ഥിച്ചിട്ടും വിട്ടുപോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുടുംബനാഥൻ ദൈവവചനം ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ വന്നു. ദിനവൃത്താന്തന്റെ പുസ്തകത്തിൽ 17, 18, 19 അധ്യായങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കുടുംബനാഥന് ഒരു ആത്മീയ ബോധ്യം നൽകി. അശുദ്ധമായ കൂട്ടുകെട്ടുകളെ വെട്ടിമുറിക്കുക, അശുദ്ധമായ ബന്ധങ്ങളെ ഉപേക്ഷിക്കുക, അന്ധകാരത്തോടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ആ വ്യക്തി ചിന്തിച്ചു, എന്റെ കൂട്ടുകെട്ട് ശരിയാണോ? ഞാൻ ശരിയായ മാർഗത്തിലൂടെ നടക്കുന്ന ഒരു ദൈവവൈദ്യലുമായിട്ടാണോ ബന്ധം പുലർത്തുന്നത്? ആ വ്യക്തിക്ക് മനസ്സിലായി, തന്റെ ബിസിനസ്സിൽ പങ്കാളിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ഇരുട്ടിന്റെ മാർഗത്തിലൂടെ നടക്കുന്ന വ്യക്തിയാണ്. മദ്യപാനം, പലതരത്തിലുള്ള വെറിക്കൂത്തുകൾ, അശുദ്ധ പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇരുട്ടിന്റെ വഴികൾ, ഇതെല്ലാം അവലംബിക്കുന്ന അശുദ്ധനായ, മ്ലേച്ഛനായ ഒരു വ്യക്തിയുമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഉടനെ അദ്ദേഹം ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ ദാസൻ നടക്കേണ്ട വഴികളെ വെളിപ്പെടുത്തി തരണമേ. കർത്താവ് അവർക്ക് വഴി വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന്റെ വഴികളിൽ, ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടക്കാൻ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ആ രാത്രിയിലെ പ്രാർത്ഥനയില് ആത്മാർത്ഥമായ ബോധ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. ഇനി ഈ അശുദ്ധമായ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട. ഈ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഇപ്പോൾ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടകഷ്ടങ്ങൾ വരും. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സാമ്പത്തികമായി പെട്ടെന്ന് വലിയൊരു ഭാരം ചുമക്കേണ്ടി വരും. എങ്കിലും അദ്ദേഹം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചു. അദ്ദേഹം ശക്തമായൊരു തീരുമാനമെടുത്തു. ദൈവം അംഗീകരിക്കാത്ത കൂട്ടുകെട്ട് എനിക്ക് വേണ്ട. ദൈവം അംഗീകരിക്കാത്ത വഴികളിലൂടെ നടക്കുന്നവരുമായുള്ള ബന്ധം വഴിയുള്ള നേട്ടം എനിക്ക് വേണ്ട. ആ ലാഭം എനിക്ക് വേണ്ട. ആ വ്യക്തി പിറ്റേ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം, ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ബിസിനസ് പാർട്ട്ണറുമായി കണ്ടുമുട്ടി. വളരെ നഷ്ടത്തോടുകൂടെ ആ ബന്ധം അവിടെ വെച്ച് നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നു മുതൽ ആ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി. അന്നു മുതൽ ആ കുടുംബത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങി. അന്നു മുതൽ കുടുംബത്തിൽ ദൈവത്തോടുള്ള നിലവിളി, ദൈവം കേൾക്കുന്ന അനുഭവം ആ കുടുംബത്തിലുണ്ടായി. ആത്മീയ മണ്ഡലത്തിലുള്ള മരവിപ്പ് മാറി, ആത്മീയ മന്ദത മാറി. രോഗപീഠ, എത്ര ആശുപത്രികളിലും ചികിത്സിച്ച് സൗഖ്യം കിട്ടാതിരുന്ന രോഗപീഠ ആ കുടുംബനാഥന്റെ വീട്ടിൽ നിന്ന്, ആ ജീവിത പങ്കാളിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഒരുപാട് ദൈവിക ഇടപെടലുകൾ നടക്കുന്ന, ദൈവാനുഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി ആ ഭവനം രൂപാന്തരപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ് മറ്റൊരു ദിശയിലേക്ക് കർത്താവ് നയിച്ചു. അദ്ദേഹം സാമ്പത്തികമായി ഉയർന്നു വരാൻ കർത്താവ് ഇടവരുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കൂട്ടുകെട്ട്, തെറ്റായ വഴികളിലുള്ള ഒരു ബന്ധം, തെറ്റായ രീതിയിലുള്ളൊരു സഖ്യം, അത് ഉപേക്ഷിക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. അത് ഉപേക്ഷിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള നഷ്ടങ്ങൾ,
പലതരത്തിലുള്ള സാമ്പത്തികമായ തകർച്ചകൾ, പലതരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒരു കൂട്ടുകെട്ട് ഉപേക്ഷിക്കുമ്പോൾ നാം നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ നാം അത് എടുക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവത്തോട് നിങ്ങൾക്ക് പങ്കുണ്ടായിരിക്കുകയുള്ളൂ. എല്ലാ അളിഞ്ഞ കൂട്ടുകെട്ടുകളിലും അളിഞ്ഞ് ജീവിച്ചിട്ട് ദൈവത്തോട് പങ്ക് വേണമെന്ന് പറയുന്നത് ഒരു വ്യാമോഹം മാത്രമാണ്, ഒരു വ്യാമോഹം മാത്രമാണ്. ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവില്ല. ഡു നോട്ട് ബി ഡിസീവ്ഡ്. നിങ്ങൾ വഞ്ചിതരാകരുത്. ദൈവത്തെ ആർക്കും കബളിപ്പിക്കാനാവില്ല. നിങ്ങൾ എല്ലാ അളിഞ്ഞ വഴികളിലൂടെ നടന്നിട്ട്, എല്ലാ തരത്തിലുള്ള അളിഞ്ഞ വ്യക്തികളുമായി കൂട്ടുകൂടി നടന്നിട്ട്, പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ വഴികളിലേക്ക് വന്നാൽ, പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാൽ, പിന്നെ ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിച്ച് അടുത്തു വന്ന് അനുഗ്രഹിക്കണമെന്ന് നിർബന്ധമില്ല. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ ദൈവം പ്രത്യേകമായി ഇടപെട്ട് ദൈവമക്കളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 50-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കാനോ നിനക്ക് എന്ത് കാര്യം? വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കാനോ നിനക്ക് എന്ത് കാര്യം? നിനക്ക് എന്ത് അർഹത? നിനക്ക് എന്ത് യോഗ്യത? നീ എന്തിനാണ് എന്റെ നാമം ഉരുവിടുന്നത്? നീ എന്തിനാണ് എന്റെ വചനം പറയുന്നത്? നീ എന്തിനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഈ വിധത്തിലാണ് സങ്കീർത്തനം 50-16 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. അതിന് കാരണമുണ്ട്. 18 മുതലുള്ള വാക്യങ്ങൾ. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളെ കണ്ടാൽ നീ അവനോട് ചെങ്ങാത്തം കൂടും. നിന്റെ വാ നീ തിന്മയ്ക്ക് തുറന്നിട്ടിരിക്കുന്നു, നിന്റെ സഹോദരനെതിരെ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നീ ഏത് അളിഞ്ഞ മാർഗമാണെങ്കിലും, ഏത് അളിഞ്ഞ വ്യക്തിയാണെങ്കിലും അത് നിനക്ക് പ്രശ്നമല്ല. നീ അതിലെ നടക്കാനും നീ അവനോട് കൂട്ടുകൂടാനും നിനക്ക് പ്രശ്നമില്ല. പിന്നെ നീ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഫലമില്ല. പിന്നെ നീ ദേവാലയത്തിൽ വന്ന് ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് സംപ്രീതനായി എഴുന്നള്ളി വരണം നിർബന്ധമില്ല. ദൈവം വിശുദ്ധ വെളിപ്പെടുത്തുകയാണ്, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കാനോ നിനക്ക് എന്ത് കാര്യം? കാരണം നീ കള്ളനെ കണ്ടാൽ അവനോട് കൂട്ടുകൂടും, നീ വ്യഭിചാരിയെ കണ്ടാൽ അവനോട് ചെങ്ങാത്തം കൂടും. ഏത് അപ്പവും നിനക്ക് രുചിക്കും, ഏത് വെള്ളവും നീ കുടിക്കും. അതുകൊണ്ട് നീ എന്റെ ഉറവയിൽ നിന്ന് കുടിക്കണ്ട. സ്വർഗത്തിൽ നിന്നും ദൈവം നൽകുന്ന ശുദ്ധജലത്തിൽ നിന്ന് കുടിക്കാൻ, പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കാൻ നിനക്ക് ദൈവം ഇടവരുത്തില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവം നൽകുന്ന പാനീയം കുടിച്ച് ദൈവത്തിന്റെ ശിലയിൽ നിന്ന് ഭക്ഷിച്ച് ദൈവത്തിൽ ബലപ്പെട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തിൽ ആകാത്ത ബന്ധങ്ങളിൽ നിന്നുള്ളൊരു വേർപാട് അത്യാവശ്യമാണ്. ഒരു വേർപെട്ട ജീവിതം, ഒരു വേർപാടുള്ള ജീവിതം നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ ആത്മീയമായി വളർന്നു 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 വരുമ്പോൾ, പിശാചിന് അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യം വരുമ്പോൾ, പിശാച് അവനെ തോൽപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് അശുദ്ധമായ കൂട്ടുകെട്ടുകൾ. വിശുദ്ധ ലിഖിതത്തിൽ ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം നമുക്ക് കാണുവാൻ സാധിക്കും. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 17, 18, 19 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 17, 18, 19 അധ്യായങ്ങൾ. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് യഹോഷഫാത്ത് രാജാവ്. അദ്ദേഹം യൂദ രാജ്യത്തെ രാജാവാണ്. ഇസ്രായേൽ എന്ന ഒരു രാജ്യം 2ആയി മുറിക്കപ്പെട്ടു. അതിൽ ഒരു ഭാഗം യൂദായും ഒരു ഭാഗം ഇസ്രായേലും എന്നറിയപ്പെടുന്നു. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന രാജ്യം 2ആയി മുറിച്ചു. ഒരു ഭാഗം പാകിസ്ഥാനും ഒരു ഭാഗം ഇന്ത്യയും എന്നറിയപ്പെടുന്നു. ഇതുപോലെ ഇസ്രായേൽ എന്നൊരു വലിയ രാജ്യം ഒരു രാജ്യത്തെ മുറിച്ച് 2 രാജ്യങ്ങളാക്കി. അതിലൊരു ഭാഗം യൂദ എന്നറിയപ്പെടുന്നു, ഒരു ഭാഗം ഇസ്രായേൽ എന്നറിയപ്പെടുന്നു. ഇതിൽ യൂദായുടെ രാജാവായിരുന്നു യഹോഷഫാത്ത്. പ്രൈസ് ദി ലോർഡ്. യൂദ രാജ്യത്തെ രാജാവായിരുന്നു യഹോഷഫാത്ത്. ഇസ്രായേൽ രാജ്യത്തെ രാജാവായിരുന്നു ആഹാബ്. ഒരേ കാലഘട്ടത്തിലുള്ള 2 രാജാക്കന്മാര്. ഈ യഹോഷഫാത്ത് രാജാവ്, യൂദായുടെ രാജാവായ യഹോഷഫാത്ത് രാജാവ് വളരെ നീതിനിഷ്ഠനും വളരെ ഭക്തനും ദൈവിക മാർഗങ്ങളിൽ നടക്കുന്നവനും ദൈവത്തോട് വിധേയത്വമുള്ളവനും ദൈവിക കാര്യങ്ങളിൽ സന്തുഷ്ടനുമായിരുന്നു.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ മാർഗത്തിൽ നടക്കുന്നതിനെ കുറിച്ച് യഹോശാഫാത്തിന്റെ വഴികൾ ദൈവത്തിന് വളരെ ഇഷ്ടകരമായിരുന്നു. 17-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പ്രകാരമാണ്: അവൻ തന്റെ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം അവൻ സ്വീകരിച്ചില്ല. അതിനാൽ കർത്താവ് യഹോശാഫാത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യഹോശാഫാത്ത് രാജാവിന് അവന്റെ ഭരണകാലത്ത് വളരെ ഐശ്വര്യം കർത്താവ് പ്രദാനം ചെയ്തു, വളരെ സമ്പത്ത് പ്രദാനം ചെയ്തു, വളരെ ഉന്നതി പ്രദാനം ചെയ്തു, രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൊടുത്തു. രാജ്യത്തുള്ള അസമാധാനം എല്ലാം കർത്താവ് അമർച്ച ചെയ്തു. യഹോശാഫാത്ത് രാജാവിന്റെ കാലത്ത് രാജ്യം വളരെ പെട്ടെന്ന് സമൃദ്ധിയിലേക്ക് ഉയരാൻ കർത്താവ് ആ രാജ്യത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ യഹോശാഫാത്ത് രാജാവ് ദൈവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനും രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ദൈവത്തെ തേടുന്നതിൽ ഉത്സുകരാകാൻ നിർബന്ധിക്കുന്നവനുമായിരുന്നു. അങ്ങനെ വളരെ വിശുദ്ധമായി ജീവിക്കുന്ന യഹോശാഫാത്ത് രാജാവ്, ആ യഹോശാഫാത്ത് രാജാവിന്റെ പ്രവൃത്തികൾ കണ്ട് വളരെ ഇഷ്ടത്തോടെ ദൈവം അവനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇവനെ തകർക്കാൻ പിശാച് എല്ലാ വഴികളും നോക്കി പരാജയപ്പെട്ടപ്പോൾ അടുത്തുള്ള രാജ്യത്തുള്ള രാജാവിന്റെ മേൽ ആവർത്തിച്ച്. ഇസ്രായേൽ രാജ്യത്ത് ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന രാജാവായിരുന്നു ആഹാബ്. ആഹാബിന്റെ മേൽ യഹോശാഫാത്തിനുള്ള ദുഷ്ടാത്മാവ് കൂടെ ആവർത്തിച്ചു. ആഹാബിന് പ്രേരണകൾ കൊടുത്തു. ഒരു ദിവസം ആഹാബ് യഹോശാഫാത്ത് രാജാവിനെ വിളിച്ചു. യഹോശാഫാത്ത് രാജാവിനെ ഒരു വിരുന്നിന് ക്ഷണിച്ചു. അടുത്തുള്ള രാജ്യമല്ലേ എന്ന് വിചാരിച്ച് യഹോശാഫാത്ത് രാജാവ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ആ വിരുന്നിന് പോയി. ആ വിരുന്നിൽ അവൻ പങ്കുചേർന്നു. പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ടാകണം. ഏതായാലും ഒരിക്കൽ വിരുന്ന് നടക്കുമ്പോൾ യഹോശാഫാത്ത് രാജാവ് ആഹാബ് രാജാവ് യഹോശാഫാത്ത് രാജാവിനോട് പറഞ്ഞു, ഞാൻ റാമോത്ത് ഗിലെയാദ് ആക്രമിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് റാമോത്ത് ഗിലെയാദ്, വളരെ ചെറിയ രാജ്യം. ഞാൻ റാമോത്ത് ഗിലെയാദ് ആക്രമിക്കാൻ പോവുകയാണ്, നീ വരുന്നുവോ? ആഹാബ് രാജാവ് യഹോശാഫാത്ത് രാജാവിനോട് ചോദിച്ചു. പലതവണ ആഹാബ് രാജാവിനോട് അശുദ്ധ ബന്ധത്തിലിരുന്ന, അല്ലെങ്കിൽ അവിഹിത ബന്ധം, ദൈവം അംഗീകരിക്കാത്ത വഴികളിലൂടെ, ദൈവം അംഗീകരിക്കാത്ത ബന്ധത്തിൽ ആഹാബ് രാജാവുമായി കൂട്ടുകെട്ടുണ്ടായിരുന്ന യഹോശാഫാത്തിന് ആ സമയത്ത് ദൈവത്തിന്റെ ആലോചന ലഭിച്ചില്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിച്ചില്ല. ആ സമയത്ത് പെട്ടെന്ന് യഹോശാഫാത്ത് രാജാവ് ചാടി പറഞ്ഞു, നീ തയ്യാറെങ്കിൽ ഞാനും തയ്യാർ. എന്റെ സൈന്യം നിന്റെ സൈന്യം പോലെയും നിന്റെ സൈന്യം എന്റെ സൈന്യം പോലെയും ആയിരിക്കട്ടെ. ഇവിടെ സഹോദരങ്ങളെ വിടുക, അവൻ വിളിച്ചു പറഞ്ഞു. അവൻ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അകന്നകന്ന് പോയി കഴിഞ്ഞിരുന്നു. അവന് ദൈവത്തിന്റെ ആലോചന ലഭിക്കാതായി. ഇപ്പോൾ അവനൊരു പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി. അവൻ പെട്ടെന്ന് ചാടി ഉത്തരം പറയുകയാണ്. അവൻ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. ഞാൻ ഈ യുദ്ധത്തിന് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ഞാൻ ഈ വഴികളിലൂടെ നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ഞാൻ ഈ ഇതിയാന്റെ കൂടെ യുദ്ധത്തിന് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ? ഇത് യഹോശാഫാത്ത് രാജാവിന് ഒരു പ്രശ്നമല്ലാതായി മാറി. ആഹാബ് രാജാവ് ചോദിച്ചു, ഞാൻ റാമോത്ത് ഗിലെയാദ് ആക്രമിക്കാൻ പോവുകയാണ്, നീ വരുന്നുവോ? യാതൊരു ആലോചനയും കൂടാതെ എടുത്തു ചാടി യഹോശാഫാത്ത് രാജാവ് പറഞ്ഞു, നീ തയ്യാറെങ്കിൽ ഞാനും തയ്യാർ. നിന്റെ സൈന്യം എന്റെ സൈന്യം പോലെയും എന്റെ സൈന്യം നിന്റെ സൈന്യം പോലെയും ആയിരിക്കട്ടെ. അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയപ്പോൾ ആഹാബ് രാജാവ് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധകളത്തിലേക്ക് പോകാം. രാജകീയ വസ്ത്രം യഹോശാഫാത്ത് രാജാവിനെ ധരിപ്പിച്ചു. യുദ്ധത്തിൽ ശത്രു സൈന്യം ആഹാബ് രാജാവിനെ ലക്ഷ്യമാക്കി മുഖ്യമായ യുദ്ധരീതി തുടർന്നു. രാജകീയ വസ്ത്രം ധരിച്ച യഹോശാഫാത്ത് രാജാവിനെ അവർ തുരുതുര ആക്രമിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ രാജകീയ വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തി അല്ല യഹോശാഫാത്ത് രാജാവ്. ആഹാബ് രാജാവിന്റെ രാജകീയ വസ്ത്രം ധരിച്ചിരുന്ന യഹോശാഫാത്ത് രാജാവ് നിലവിളിച്ചു. അവൻ വളരെ ദയനീയമായി യുദ്ധക്കളത്തിൽ നിലവിളിച്ചു. അനേകരുടെ ജീവിതത്തിൽ ഇതുപോലെ നിലവിളി ഉയരുന്നതിന്റെ പിന്നിലുള്ള ഒരു കാരണം അശുദ്ധമായ കൂട്ടുകെട്ടാണ്. ദൈവം അനുഗ്രഹിക്കാത്തതുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിലവിളി ഉയരുന്നത്. അശുദ്ധമായ സത്യം കഠിനമായ നിലവിളിയിലേക്ക് നമ്മെ നയിച്ചു എന്ന് വരാം. യുദ്ധകളത്തിൽ വെച്ച് യഹോശാഫാത്ത് രാജാവ് കഠിനമായി ദയനീയമായി നിലവിളിച്ചു. അവന്റെ നിലവിളി വളരെ ദയനീയമായിരുന്നതിനാൽ കർത്താവിന് കരുണ തോന്നി. കർത്താവ് അവനെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ച്. ഉടനെ ശത്രു സൈന്യത്തിന് തോന്നി, ഇതല്ല ആഹാബ് രാജാവ്, ഇത് ആഹാബ് രാജാവല്ല എന്ന് പെട്ടെന്ന് ശത്രു സൈന്യത്തിന് തോന്നലുണ്ടായി. അങ്ങനെ അവര് വീണ്ടും ആഹാബ് രാജാവിനെ അന്വേഷിച്ച് യുദ്ധരംഗത്ത് യുദ്ധക്കളത്തില് അവർ ആഹാബ് രാജാവിനെ ലക്ഷ്യമാക്കി നീങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ ഒരു പടന്റെ അസ്ത്രമേറ്റ് പടച്ചട്ടിന്റെ ഇടയിലൂടെ അസ്ത്രം നെഞ്ചിൽ തറഞ്ഞു കയറി. ആഹാബ് രാജാവ്
അസ്തമയം വരെ, സൂര്യാസ്തമയം വരെ ചോര വാർന്ന് 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 അവിടെ കിടന്നു. അങ്ങനെ സൂര്യാസ്തമയമായപ്പോൾ ചോര വാർന്ന് 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 വേദന തിന്ന് അവൻ മരിച്ചു. അവന്റെ ചോര വാർന്നു വാർന്നൊഴുകി. വചനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവന്റെ ചോര ആ റൂട്ടിലൂടെ ഒഴുകി അടുത്തുള്ള കുളത്തിലെല്ലാം ചേർന്നു. അങ്ങനെ നായ്ക്കൾ ആ ചോര നക്കി കുടിച്ചു, വേശ്യകൾ ആ രക്തത്തിൽ മുങ്ങിക്കുളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ആത്മീയ സത്യമാണ്. അശുദ്ധമായ വഴികളിലൂടെ നടക്കുന്നവർക്ക് അതിന് തക്ക തരത്തിലുള്ള അന്ത്യമുണ്ടാകും. വിശുദ്ധ ലിഖിതത്തിൽ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ദുഷ്ടരുടെ അന്ത്യം ശുഭകരമല്ല. ദുഷ്ടരുടെ അന്ത്യം വളരെ വേദനാപൂർണമാണ്. വചനത്തിൽ സങ്കീർത്തനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ആഹാബ് ചോരയിൽ കുതിർന്ന കൈകളോടെ ജീവിച്ച ആഹാബ് ചോരയിൽ കുതിർന്ന് മരിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ ദുഷ്ടർ നിലനിൽക്കുകയില്ല. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ ഒടുങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുഷ്ടനോട് കൂട്ടുകൂടിയവനും നാശത്തിൽ ഒടുങ്ങും. ഇതാ യഹോശഫത്ത് രാജാവ് വളരെ വേദനയോടെ യുദ്ധക്കളത്തിൽ നിലവിളിച്ച് ശത്രുവിൽ നിന്ന് കർത്താവ് അവനെ മോചിപ്പിച്ചു. അങ്ങനെ അവൻ യുദ്ധക്കളത്തിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവൻ ഓടി സ്വന്തം കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. സ്വന്തം കൊട്ടാരത്തിൽ ചെന്ന് കയറിയപ്പോൾ ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. കൊട്ടാരത്തിൽ ചെന്ന പ്രവാചകൻ യഹോശഫത്ത് രാജാവിനെ അഭിസംബോധന ചെയ്തു. പ്രവാചകൻ പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദോഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ദൈവം അംഗീകരിക്കാത്ത ഒരു രീതിയാണ് ദുഷ്ടതയിലൂടെ യാത്ര ചെയ്യുന്നവരോട് കൂട്ടുചേർന്ന് ദുഷ്ടതയിലൂടെ നടക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത്. 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുകയാണ്, യേഹൂ ദീർഘദർശി ആത്മാവിനാൽ നിറഞ്ഞ് കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. യഹോശഫത്ത് രാജാവ് നേരെ നോക്കി അവരോട് പറഞ്ഞു, നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദോഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ? നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതൊരു ആത്മീയ സത്യമാണ്. അശുദ്ധമായ കൂട്ടുകെട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അംഗീകരിക്കുന്നില്ല. അശുദ്ധമായ വഴികളിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയുമായുള്ള സമ്പർക്കം വെട്ടിമുറിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവമക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എഫേസ്യ ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്. പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. രഹസ്യമായി അവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിന്റെ വഴികളെ അംഗീകരിക്കാത്ത ദുഷ്ടതയുടെ മാർഗങ്ങളിൽ തഴങ്ങിയവരുമായുള്ള ബന്ധം എത്രമാത്രം നാശത്തിലേക്കാണ് നിങ്ങളെ നയിച്ചിട്ടുള്ളത്. ഇതിലെത്രയോ പേര് ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതു മാർഗം അവലംബിക്കാനും മടിയില്ലാത്ത വിധം മനസ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. കുറുക്കു വഴികൾ അവലംബിക്കാൻ മടിയില്ല. കുറുക്കു വഴികളിലൂടെ നടക്കുന്നവരോട് കൂട്ടുചേരാനും മടിയില്ല. അത് കാട്ടുതടി വെട്ടാനായാലും, ചന്ദനക്കൊമ്പ് മോഷ്ടിക്കാനായാലും, ചന്ദനം മുറിക്കാനായാലും, കഞ്ചാവ് നടുന്ന കാര്യത്തിനാണെങ്കിലും, കഞ്ചാവ് വളർത്തി കഞ്ചാവ് വിപണനം ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഏത് അശുദ്ധ കാര്യത്തിലാണെങ്കിലും യാതൊരു മടിയും കൂടാതെ പങ്കുചേരുന്ന കാര്യത്തിൽ കൂസലില്ലാത്തൊരു മനസ്സ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ കാലങ്ങൾ കൊണ്ട് തടങ്ങി വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയാം ക്ലാസ്സിൽ പോകാതെ, കോളേജിൽ പോകാതെ അശുദ്ധ തെറ്റായ കൂട്ടുകെട്ടുമായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നതും, ഇന്റർനെറ്റ് കഫകളിൽ പോയി ആവശ്യമില്ലാത്ത എല്ലാ അശ്ലീലതകളും കാണുന്നതും, ആവശ്യമില്ലാത്ത സിനിമകൾക്കൊക്കെ പോകുന്നതും തെറ്റാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ട് വീണ്ടും നിങ്ങളത് തുടരുന്നു? നിങ്ങളുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് തന്നെ, നിങ്ങളുടെ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റാത്തത് തന്നെ. ഒരുപാട് ആളുകൾ നിഷ്കളങ്കരാണ് ഹൃദയത്തിൽ, പക്ഷേ കൂട്ടുകെട്ട്
അശുദ്ധ പാപത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കറിയാം കൈക്കൂലി വാങ്ങുന്നത് തെറ്റാണ്. കൈക്കൂലി വാങ്ങേണ്ടെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന മണ്ഡലത്തിലുള്ള ഉദ്യോഗസ്ഥ ശൃംഖലയിൽ ചെന്ന് പെട്ടപ്പോൾ ആ കൂട്ടുകെട്ടിന്റെ സമ്മർദ്ദത്തിനോട് എതിർത്ത് നിൽക്കാൻ മനസ്സ് കേൾക്കാത്തതിനാൽ ആ കൂട്ടുകെട്ടിന്റെ ആ ശൃംഖലയുടെ എല്ലാ പാപങ്ങൾക്കും നിങ്ങൾ കൂട്ടുചേരേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദൈവ പൈതൽ ദൈവിക മാർഗത്തിൽ നടക്കാൻ, ദൈവത്തിന്റെ വഴികളിലൂടെ നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിയോടുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഈ ലോകത്തിലുള്ള ഒരു നേട്ടം ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈജിപ്തിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്ന മോശ പ്രവാചകനെന്ന് ഓർക്കുക. ഫറവോയ്ക്ക് വളരെ പ്രിയങ്കരനായിട്ടാണ് മോശ വളർന്നു വരുന്നത്. ഒരു രാജകുമാരനെ പോലെ ഈജിപ്തിൽ അവൻ അടിക്കടി ശക്തി പ്രാപിച്ചു വരികയാണ്. ഫറവോയ്ക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു. ഫറവോയുടെ കൊട്ടാരത്തിലുള്ളവർക്ക് അവന് വലിയ മതിപ്പായിരുന്നു. അങ്ങനെ അവൻ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു വരുമ്പോൾ ഒരു ദിവസം അവനൊരു ആത്മീയ ബോധ്യമുണ്ടായി. ദൈവം അംഗീകരിക്കാത്ത, ദൈവത്തിന്റെ മുദ്രയില്ലാത്ത സുഖഭോഗങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്തൊക്കെ വലിയ നേട്ടമായാലും, എന്തൊക്കെ വലിയ അനുഗ്രഹമായാലും, ഏത് വലിയ ഉയർച്ചയായാലും ദൈവം അംഗീകരിക്കാത്തതാണെങ്കിൽ എനിക്ക് വേണ്ട. അവനറിയാം, ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്നാൽ എനിക്ക് ഈ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എനിക്ക് കിട്ടും. ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ ഭരണം തന്നെ ഒരുപക്ഷെ എനിക്ക് കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഈ രാജ്യത്തെ വളരെ പ്രമുഖമായ ഒരു വലിയ ചുമതല എനിക്ക് കിട്ടിയേക്കാം. ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം മുമ്പിൽ ഞാനൊരു പ്രമുഖനായി മാറാം. ഈ രാജ്യത്ത് എനിക്ക് സുഖമായി ജീവിക്കാം. ഈ രാജ്യം എനിക്ക് വലിയ പേരും പ്രശസ്തി ഈ രാജ്യത്തുണ്ടാകും. ഈ രാജ്യത്ത് എനിക്ക് നല്ല നിലയും വിലയും അഡ്രസ്സും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ഫറവോയുടെ കൊട്ടാരത്തിൽ, ഫറവോയുടെ കീഴിൽ അങ്ങനെ സന്തോഷത്തോടെ വളർന്നു വരികയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകെട്ടല്ല, ഇത് ദൈവം അംഗീകരിക്കുന്ന ഒരു വഴിയല്ല. അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്ത് നേട്ടം വന്നാലും എനിക്ക് വേണ്ട, എന്ത് വലിയ ത്യാഗം, എന്ത് വലിയ ഉന്നതി തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. അദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ അവൻ തീരുമാനമെടുത്തു. അവൻ ഫറവോയുള്ള കൂട്ടുകെട്ട് വിട്ടു. കൊട്ടാരത്തിലുള്ള അവൻ കളിച്ചു വളർന്ന, അവൻ ഓടി വളർന്ന, അവന്റെ ബാല്യകാലം പിന്നിട്ട, അവന്റെ കൗമാരകാലം പിന്നിട്ട ആ കൊട്ടാരത്തിലുള്ള എല്ലാ സ്നേഹബന്ധങ്ങളും അവൻ വേണ്ടാന്ന് വെച്ചു. അവൻ ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവൻ വിചാരിച്ചത് എങ്ങനെയാണ്? പാപത്തിന്റെ നൈനിമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കണം, ദൈവജനത്തോട് കൂട്ടുചേരണം, ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടക്കുന്ന, ദൈവത്തിന്റെ ഇംഗിതങ്ങൾ ആരായുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമുണ്ട്, എനിക്ക് ആ ജനത്തോട് ചേരണം, ദൈവത്തിന്റെ ജനത്തോട് ചേരണം. പാപത്തിന് നൈനിമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തോട് ചേർന്ന് അവരുടെ കഷ്ടപ്പാട്, പട്ടിണി കഞ്ഞിയാണെങ്കിൽ പട്ടിണി കഞ്ഞി കുടിച്ച്, വേദനയാണെങ്കിൽ വേദന സഹിച്ച്, എന്റെ ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന്റെ ജനത്തോട് ചേർന്ന് അവരുടെ കഷ്ടപ്പാടുകൾ പങ്കുചേർന്ന്, ആ വേർപ്പുതുള്ളികളിൽ പങ്കുചേർന്ന്, ആ പട്ടിണിയിൽ പങ്കുചേർന്ന്, ആ സന്തോഷം മതി എനിക്ക് എന്ന് മോശ തീരുമാനമെടുത്തു. അവൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്: ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. ഈജിപ്തിൽ ഒരുപാട് നിധികൾ അവന് വശത്താണ്. ഈജിപ്തിൽ ഒരുപാട് കാര്യങ്ങൾ അവന് സ്വന്തമായി കിട്ടും. ഈജിപ്തിൽ ഒരുപാട് നന്മകൾ അവന് കിട്ടും. എന്നാൽ ദൈവത്തെ പ്രതി, ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോണ്ടാകുന്ന കഷ്ടം എന്തു തന്നെയായാലും അത് മതി. ഈജിപ്തിലെ നിധികളെക്കാൾ വിലയുള്ളതായി അവൻ അത് എണ്ണി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ പൗരുഷം വേണം. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ ഉറച്ച തീരുമാനങ്ങൾ വേണം. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ മനസ്സിൽ ചില നിശ്ചയങ്ങൾ വേണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം: ദാനിയേൽ രാജകൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ദാനിയേലിനെ കണ്ടപ്പോൾ രാജാവ് കൊട്ടാരത്തിൽ സ്ഥല പ്രവർത്തകർക്ക് ഓർഡർ ഇട്ടു, രാജാവ് കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇവർക്കും കൊടുക്കുക. എന്നാൽ ദാനിയേൽ ചിന്തിച്ച്, ഈ ഭക്ഷണ പദാർത്ഥങ്ങളുള്ള കൂട്ടുകെട്ട് എന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയുക്തമല്ല,
ഈ രാജാവ് കഴിക്കുന്ന ഈ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും തിന്നു തീർത്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഈ സുഖലോലുപതിയിൽ പങ്കുചേർന്നാൽ ഇതെന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമാണ്. ദാനിയേൽ മനസ്സിലാക്കി. ആത്മീയ പൈതലിന് ആത്മീയ വിവേചനം വേണം. ഏതാണ് നല്ലത്, ഏതാണ് മോശം, ഏതാണ് കർത്താവ് അംഗീകരിക്കുന്നത്, ഏതാണ് കർത്താവ് അംഗീകരിക്കാത്തത്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. ആത്മീയ പൈതലിന് ആത്മീയ വിവേചനം വേണം. ദാനിയേൽ വിവേചിച്ചു, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് ചേർന്ന കൂട്ടുകെട്ടല്ല. അതുകൊണ്ട് അവൻ മനസ്സുകൊണ്ട് ഒരു നിശ്ചയമെടുത്തു. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചുറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ മനുഷ്യന്മാരോട് മാത്രമാണ് കൂട്ടുകെട്ടെന്ന് വിചാരിക്കരുത്. ദൈവം അംഗീകരിക്കാത്ത എല്ലാ വസ്തുക്കളോടും, എല്ലാ വ്യക്തികളോടും, എല്ലാ സാഹചര്യങ്ങളോടും, എല്ലാ അവസ്ഥകളോടുള്ള ബന്ധങ്ങൾ ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ ആത്മീയമായി വിവേചിച്ച്, ആത്മീയ ജീവിതത്തിൽ ശത്രു ഒളിഞ്ഞിരിക്കുന്ന മേഖലയെ അവൻ വിവേചിച്ച് മനസ്സിലാക്കി. അവൻ പറഞ്ഞു, രാജാവ് കഴിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ താൻ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ മോശപ്രവാചകൻ പറഞ്ഞു, ഈജിപ്തിലെ വിലയേറിയ നിധികളെക്കാൾ എനിക്ക് സന്തോഷം എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരോട് ചേർന്ന്, എന്റെ ദൈവത്തെ ആരാധിക്കുന്നവരോട് ചേർന്ന് ജീവിക്കുകയാണ് എനിക്ക് നല്ലത്. ഇച്ചിരി പണം ഇല്ലേലും കുഴപ്പമില്ല, ഇച്ചിരി ആ പളവളപ്പ്, ആ കൊട്ടാരത്തിലെ എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ചുണ്ടാകുന്ന ഇത്തിരി ആ സുഖലോലപതൊക്കെ വിട്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇത്തിരി ക്ഷീണിച്ചാലും കുഴപ്പമില്ല, പട്ടിണി കഴിഞ്ഞ് പിടിച്ചിട്ട് മെലിഞ്ഞാലും കുഴപ്പമില്ല, ഞാനൊരു അസ്ഥികോലമായി മാറിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തോടുള്ള കൂട്ടുകെട്ട് മതി. ഈ കൊട്ടാരത്തിലുള്ള ഈ വലിയവരോടുള്ള കൂട്ടുകെട്ട് ഞാൻ കാര്യമായി എണ്ണുന്നില്ല. അങ്ങനെ വലിയവരോടുള്ള കൂട്ടുകെട്ട് അവൻ വെട്ടിമുറിച്ച് അവൻ മരുഭൂമിയിലേക്ക് ജനത്തിന്റെ അടുത്തേക്ക് പോയി. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് പോയി. ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നവരോട് കൂടെ കൂട്ടുകൂടാൻ വേണ്ടി അവൻ ഇറങ്ങിപ്പോയി. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അവൻ സഹിച്ചു നിന്നു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നതുപോലെ അവൻ സഹിച്ചു നിന്നു. അതുകൊണ്ട് ദൈവം അവനെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു പക്ഷേ മോശമുള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഫറവോയും ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെല്ലാം ഇന്ന് അനുസ്മരിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതനായി ദൈവം മോശയെ ഉയർത്തി. ഫറവോയേക്കാൾ ഉന്നതനായി ദൈവം മോശയെ ഉയർത്തി. ഇന്ന് മോശ നിമിത്തം ആ ഫറവോ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് മോശ നിമിത്തം ആ സാഹചര്യങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് മോശ നിമിത്തം ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഓർമ്മിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോഴുള്ള സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിങ്ങൾ മടി വിചാരിക്കരുത്. പാപത്തിന്റെ ഭരണഫലമായുള്ള വരുമാനം വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾ മടി വിചാരിക്കരുത്. പാപത്തിന്റെ കൂട്ടുകെട്ടുകൾ വഴി നേടുന്ന എല്ലാ സുഖങ്ങളും പ്രിയപ്പെട്ട ദൈവജനമേ, അത് ഉയർച്ചയിലേക്കല്ല, അത് നാശത്തിലേക്കാണ് ദൈവജനത്തെ വലിച്ചിഴച്ചുകൊണ്ട് പോവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇതൊരു വലിയൊരു ആത്മീയ സത്യമാണ്. ഇത് ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് യഥാർത്ഥ ശത്രു തെറ്റായ കൂട്ടുകെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ചിലപ്പോൾ നമ്മോട് വളരെ കാരുണ്യം, വളരെ സ്നേഹമുള്ളവരിലൂടെ ആയിരിക്കാം ഈ ശത്രു പ്രവർത്തിക്കുന്നത്. അബ്രാഹവും ലോത്തും ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു. അബ്രാഹവും ലോത്തും യാത്ര പുറപ്പെട്ടപ്പോൾ ഈ പ്രയാസത്തെക്കുറിച്ച് അബ്രാഹാം ആദ്യം ബോധ്യവാനായിരുന്നില്ല. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് നല്ലൊരു ആത്മീയ ബോധ്യം ഉണ്ടായി. ലോത്തുമായി നടന്നാൽ എന്റെ ദൈവത്തിനെ അനുസരിക്കാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ ഈ കൂട്ടുകെട്ട് എനിക്ക് തടസ്സമാണ്. എന്റെ ദൈവത്തിന്റെ വഴികളിലൂടെ ഉയരാൻ, എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഈ ലോത്തുമായുള്ള കാര്യം, എന്റെ സഹോദരനാണ്, എന്റെ ബന്ധുവാണ്, എന്റെ വേണ്ടപ്പെട്ട ആളാണ്, എല്ലാം വിട്ട് എന്നെ സ്നേഹിച്ച് പുറപ്പെട്ടു വന്ന ആളാണ്. പക്ഷേ ഇത് എന്റെ ദൈവത്തെ ആരാധിച്ച് എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിനെ അനുസരിച്ച് പോകാൻ എനിക്ക് തടസ്സമാണ്. അവിടെ വെച്ച് അബ്രാഹാം ലോത്തുമായുള്ള ബന്ധം വേർപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളുണ്ട്. നാം ഉപേക്ഷിച്ചാൽ എങ്ങനെയായി തീരും? ഇത് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഇത് ഉപേക്ഷിച്ചാൽ തെറ്റല്ലേ? വളരെ ബുദ്ധിമുട്ടുള്ള ബന്ധങ്ങളോട് ഉപേക്ഷിക്കാൻ. പക്ഷെ ഒരു കാര്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവവചനത്തിൽ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ആ വ്യക്തി നിമിത്തമാണ് ഇപ്പോൾ എന്റെ കുടുംബം പുലർന്നു പോകുന്നത്, ആ കൂട്ടുകെട്ട് നിമിത്തമാണ് ഇതുവരെ ഞാൻ ഉയർന്നു വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായ ഉയർച്ച നൽകുന്നത്. ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി സംരക്ഷണം നൽകുന്നത്. ദൈവമാണ് ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായി വഴി തെളിച്ചു കൊടുക്കുന്നത്. ഈ ലോകത്തിലുള്ളൊരു മനുഷ്യനെ ഭയപ്പെട്ട്, ഈ ലോകത്തിലൊരു മനുഷ്യനെ പേടിച്ച് ജീവിതം ഒരിക്കലും ഉയർച്ചയിലേക്ക് ഉയരാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ആഴമേറിയ വെളിപ്പെടുത്തലുകൾ ദൈവം നൽകുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 150 സങ്കീർത്തനങ്ങളുള്ള സങ്കീർത്തന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ പ്രബോധനം ഇതാണ്. സങ്കീർത്തനം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അതിനെപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. പാപികളുടെ മാർഗങ്ങളിൽ നടക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ അരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാപികളുടെ മാർഗങ്ങളിൽ നടക്കുകയോ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ അരുത്. എല്ലാ പീഠങ്ങളും ഇരിക്കാൻ കൊള്ളുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാ വ്യക്തികളും കൂട്ടുകൂടാൻ പറ്റിയതല്ല. എല്ലാ ഉപദേശവും സ്വീകരിക്കാൻ പറ്റിയതല്ല. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി, നിങ്ങളുടെ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ ആരുടെ ഉപദേശമാണ് സ്വീകരിക്കുന്നത്? നിങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ദൈവദാസനുണ്ട്. വികാരിച്ചനായിക്കട്ടെ, ആരും ആകട്ടെ, ഒരു ദൈവദാസനുണ്ട്. അവരുടെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ആയിരിക്കുമോ? ചിന്തിച്ചു നോക്കണം. ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണിതെല്ലാം. ഒരു പ്രശ്നം വന്നാൽ ആരുടെ ഉപദേശമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ദൈവത്തെ മാനിക്കാത്ത ദുഷ്ടമാർഗങ്ങൾ അവലംബിക്കുന്ന ഒരു വ്യക്തിയുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നെങ്കിൽ ദൈവം ആ വഴി അംഗീകരിക്കുന്നില്ല. ആ വഴി 1-10 നടന്നാലും ചിലപ്പോൾ അത് ശരിയാകണം നിർബന്ധമില്ല. കുറുക്കു വഴികളെല്ലാം ഉയർച്ചയിലേക്കുള്ളതല്ലെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തൊരു വ്യക്തിയാണോ, ആ വ്യക്തിക്ക് ഒരു വാഗ്ദാനം ബൈബിൾ നൽകുന്നുണ്ട്. വീണ്ടും, നീ പാപികളുടെ കൂടെ വ്യാപരിക്കരുത്, നീ പാപികളുടെ കൂടെ വ്യാപരിക്കരുത്. ഏത് അശുദ്ധ മാർഗത്തിനെ കുറിച്ചും ഒരു കൂസലം തോന്നാത്ത വ്യക്തികളോട് കൂട്ടുകൂടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി സമ്പർക്കത്തിൽ വന്ന് അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ബിസിനസ്സുകൾക്ക് പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ശുശ്രൂഷകൾക്ക് പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് സംരംഭങ്ങൾക്ക് വേണ്ടി പുറപ്പെടരുത്. അങ്ങനെയുള്ള വ്യക്തികളുമായി ഒരുമിച്ച് കൃഷിക്ക് പുറപ്പെടരുത്. നീ പാപികളുടെ കൂടെ, ദൈവത്തെ വെറുക്കുന്നവരുടെ കൂടെ, ദൈവവിരോധികളുടെ കൂടെ, ദൈവവുമായി യാതൊരു സഖ്യമില്ലാത്തവരുടെ കൂടെ, അശുദ്ധ മാർഗത്തിൽ ഒരു കൂസലും തോന്നാത്തവരുടെ മേൽ, ദൈവമായി ഇല്ലാത്തവരുടെ കൂടെ, ദൈവവിരോധികളുടെ കൂടെ നീ ഒന്നിച്ച് ഒരു സംരംഭത്തിന് വേണ്ടി പുറപ്പെടരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നീ പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കരുത്. നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പരിഹാസകരായ വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് പോകരുത്. നിങ്ങൾ ആനന്ദം അനുഭവിക്കാൻ, സന്തോഷം കണ്ടെത്താൻ, റിലാക്സേഷന് വേണ്ടി നിങ്ങൾ പരിഹാസകരുടെ പീഠങ്ങളിലേക്ക് പോകരുത്. അങ്ങനെ നിന്റെ വഴിയെ നീ നിർമ്മലമായി സൂക്ഷിച്ചാൽ
ദൈവം വളരെ ശക്തമായ ഒരു വാഗ്ദാനം തരുന്നുണ്ട്. ആ വാഗ്ദാനം എങ്ങനെയാണ്? നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. ചിലപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മേൽപോട്ട് എറിഞ്ഞ വടി കീഴ്പോട്ട് വരുന്നത് പോലെയാണ് ഓരോ കാര്യത്തിനും പോയിട്ട് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നന്മയില്ലാതെ ഒരു ഗതിയും കിട്ടാതെ മേൽപോട്ട് എറിയുന്നവർ കീഴ്പോട്ട് വരുന്നത് പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ പാപികളുടെ കൂടെ നടക്കാതെയും പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കാതെയും ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെ ഇരുന്നാൽ, നീ നിനക്കൊരു ആവശ്യം വരുമ്പോൾ ആ ദേശത്ത് ദൈവഭയോ ദൈവഭക്തിയുള്ള ഒരു ദൈവദാസനോ സമീപിച്ചാൽ, നീ ആത്മീയ ആനന്ദത്തിനു വേണ്ടി ആത്മീയ നിറവുള്ള ആത്മീയ വ്യക്തികളോട് ചേർന്ന് കൃപാവചസ്സുകളാലും സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നീ ആത്മാവിൽ സന്തോഷത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ പരിശീലന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദുഷ്ടരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ദൈവം വ്യക്തമായൊരു വാഗ്ദാനം നൽകുന്നുണ്ട്, നിന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. രണ്ടാമത്തെ വാഗ്ദാനം എങ്ങനെയാണ്? നീ ബൈബിൾ തുറന്നാൽ ബൈബിൾ നിനക്ക് ആനന്ദമായി മാറും. ഇന്ന് ബൈബിൾ തുറന്ന അപ്പം തന്നെ ഉറക്കം വരികയാണ്. വചനം കേട്ടാൽ അപ്പം തന്നെ ഉറക്കം വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്ന അപ്പം തന്നെ ഉറക്കം വരികയാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന അപ്പം തന്നെ ക്ഷീണം വരികയാണ്. നടുവേദന, തലവേദന, മുതുകുവേദന, എല്ലാ വേദനകളും കൂട്ടത്തോടെ വരുന്നൊരു സമയമാണ് ഈ സമയം. പ്രൈസ് ദി ലോർഡ്. എല്ലാ തരത്തിലുള്ള ദുർവാശിയും കൂട്ടത്തോടെ ഇളകുന്ന സമയമാണ് സന്ധ്യാപ്രാർത്ഥനയുടെയും ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പുറപ്പെടുന്ന നേരങ്ങളിലൊക്കെ കുടുംബങ്ങളിൽ കാണുന്നൊരു കാഴ്ച. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ ക്ലിയറൻസ് വരണം നിർബന്ധമില്ല. ആ സമയത്തല്ല ക്ലിയറൻസ് നടത്താനുള്ള സമയം. നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പ് നിങ്ങൾ നോക്കണം. ആരുടെ കൂടെയാണ് നിങ്ങളുടെ നടപ്പ്? ഏത് വഴികളിലൂടെയാണ് നിങ്ങളുടെ യാത്ര? നിങ്ങൾ പാപികളുടെ കൂടെയാണ് നിങ്ങളുടെ നടപ്പെങ്കിൽ, പാപികളുടെ വഴികളിലാണ് നിങ്ങൾ ബലം കണ്ടെത്തിയിരിക്കുന്നതെങ്കിൽ, ദുഷ്ടരുടെ ഉപദേശമാണ് നിന്റെ പാദങ്ങൾക്ക് നീ പ്രകാശമായി വെച്ചിരിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിനക്ക് ബൈബിൾ ആനന്ദമായിരിക്കുകയില്ല. എന്നാൽ ദുഷ്ടരുടെ ഉപദേശം കേൾക്കാതെയും പാപികളുടെ വഴികളിലൂടെ നടക്കാതെയും ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ പ്രസാദിപ്പിച്ചാൽ, വചനം പഠിപ്പിക്കുന്നു, ബൈബിൾ നിന്റെ ആനന്ദമായിരിക്കും. കർത്താവിന്റെ നിയമത്തിലായിരിക്കും നിന്റെ സന്തോഷം. വചനം പഠിപ്പിക്കുകയാണ്, നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതുമായ വടവൃക്ഷം പോലെയാണവൻ. നീർച്ചാലിനരികെ നട്ടതും ഇല കൊഴിയാത്തതും വേനലിനെ ഭയപ്പെടാത്തതുമായ, ക്ഷാമകാലത്തെ ഭയപ്പെടാത്ത, തകർച്ചയെ ഭയപ്പെടാത്ത, തകർച്ചയെ പരിഹസിക്കുന്ന ഒരു ശക്തനായ മനുഷ്യനായി ഭൂമിയിൽ നീ മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ എല്ലാ പ്രവൃത്തികളും സഫലമാകും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതൊരു വലിയ ആത്മീയ സത്യമാണ് സഹോദരങ്ങളെ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ദൈവീക മാർഗത്തിൽ നടക്കുന്നവരോടുള്ള സത്യത്തെ നിങ്ങൾ വിലമതിച്ച്, നിങ്ങൾ ബാക്കിയുള്ള വലിയ അങ്ങനെയുള്ള തിന്മയുടെ വഴികളും തിന്മയുടെ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ ദൈവിക സന്നിധിയിൽ നിങ്ങൾ എളിമപ്പെട്ടാൽ, നിങ്ങൾ ഈ ലോകത്തിൽ ഏത് മലമൂട്ടിൽ ചെന്ന് താമസിച്ചാലും ആ മലമൂട്ടിൽ ദൈവം ഒരു ശക്തിയായി നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായി മാറും. ആ മലമൂട് ഒരു പ്രധാന കേന്ദ്രമായി മാറും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർസിലെ വിശുദ്ധ ഗിയാനിസിനെ ഓർമ്മിക്കുകയാണ്. ഫ്രാൻസ് രാജ്യത്തെ ആ പ്രദേശത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു ആർസ് എന്ന് പറഞ്ഞ ഇടവക. എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യൻ, തെറ്റായ മാർഗങ്ങളോട് കൂട്ടുകൂടാത്ത ഒരു മനുഷ്യൻ, അശുദ്ധ സംസാരങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആർസിലെ വിയാനിയച്ചൻ വൈദിക പഠനകാലത്തും സ്കൂൾ പഠനകാലത്തും അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാര്യം കാണാം. അദ്ദേഹം ഇങ്ങനെ പരിഹാസകരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയോ ദുഷ്ടതയിൽ സന്തോഷിക്കുകയോ പാപമാർഗത്തിൽ ആനന്ദിക്കുകയോ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് പോയിരുന്ന കൊന്തയില്ല. നീതിമാനായ ലോത്തിനെ പോലെ ആ മനുഷ്യൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ദുഷ്ടത പ്രവർത്തിച്ചിരുന്നവരുടെ ഇടയിൽ നീതിമാനായ ലോത്ത് എത്ര സഹിച്ചു നിങ്ങൾ ഓർക്കണം. അവരോട് കൂട്ടുകൂടാതെ അവരോട് വേർപെട്ട് നിന്നതുകൊണ്ട് നീതിമാനായ ലോത്ത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അതുപോലെ ആർസിലെ വിയാനിയച്ചന്റെ കൊച്ചു കാലഘട്ടത്തില് ചെറുപ്പത്തിൽ അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് അദ്ദേഹം സഹിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ അച്ഛൻ ഒരു കൊച്ചു മൂലയിലേക്ക്, ഒരു കൊച്ചു കുഗ്രാമത്തിലേക്ക് പോയി. എല്ലാവരും വെറുക്കുന്ന സ്ഥലം, ആരും ഇഷ്ടപ്പെടാത്ത സ്ഥലം. ആ സ്ഥലം ലോകത്തിന്റെ കേന്ദ്രമായി മാറി. ആ സ്ഥലം ഒരു വിശുദ്ധ സ്ഥലമായി മാറി. ആ സ്ഥലം ദൈവം ഇറങ്ങി നിൽക്കുന്ന സ്ഥലമായി മാറി. ഇന്നും ആ സ്ഥലം അനുസ്മരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിങ്ങൾ ഏത് പാറക്കെട്ടിനുള്ളിൽ ചെന്ന് താമസിച്ചാലും ആ പാറക്കെട്ട് ലോകത്തിന് അനുഗ്രഹമായി മാറ്റാൻ ദൈവത്തിന് കഴിവുണ്ട്. നിങ്ങൾ ഏത് കുഗ്രാമത്തിൽ പോയി താമസിച്ചാലും, ഏത് ഓണങ്കാറാൻ മൂലയിൽ പോയി താമസിച്ചാലും അവിടെ നീ വലിയൊരു അനുഗ്രഹമായിരിക്കും. നീ വഴി ആ ദേശം ഒരു അനുഗ്രഹത്തിന്റെ ദേശമായി മാറും. അതിന് ദൈവത്തിന്റെ വചനം നൽകുന്ന ഒരു വഴി ഇങ്ങനെയാണ്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, പാപികളുടെ വഴികളിൽ യാത്ര ചെയ്യുകയോ, പരിഹാസകരുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യരുത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ വെട്ടിമുറിച്ച് മാറ്റണം. ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ഐക്യത്തിലായാൽ, ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ തന്റെ പഴയ കൂട്ടുകെട്ടിനെ ഓർത്ത് ഭയപ്പെടരുത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് മദ്യപാനി ആയിരുന്നിരിക്കാം. ഇനി കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞു, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ചു, യേശുക്രിസ്തുവിന്റെ വഴി അറിഞ്ഞു. ഇനി ഞാൻ പഴയ മദ്യപാനത്തിലേക്ക് പോകില്ല എന്ന് തീരുമാനമെടുത്തു. പഴയ മദ്യപാനത്തിലേക്ക് പോകില്ല എന്ന തീരുമാനം മാത്രം പോരാ, മദ്യപിക്കുന്ന കൂട്ടുകെട്ടുകളിലേക്ക് പോകില്ല എന്നും ഹൃദയത്തിൽ നിശ്ചയിച്ചുറപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മദ്യപിക്കുന്ന കൂട്ടുകെട്ടുമായുള്ള ബന്ധം നീ വെട്ടിമുറിക്കുന്നില്ലെങ്കിൽ നിന്റെ വഴികളിൽ കർത്താവിന് പ്രീതിയില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപിക്കുന്നവർ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ച് മദ്യപാനം ഉപേക്ഷിക്കുന്നെങ്കിൽ ആ അളിഞ്ഞ കൂട്ടുകെട്ടുകളെല്ലാം വിട്ടുപേക്ഷിക്കാൻ തയ്യാറാകണം. അവരെ വിട്ട് ഇറങ്ങി വരാൻ കർത്താവ് വിളിക്കുകയാണ്. ഇപ്പോൾ പലർക്കും സംശയമുണ്ട്, ഞാൻ അങ്ങനെ പോന്നാൽ അവര് പിന്നെയും വന്ന് എന്നെ കീഴ്പ്പെടുത്തും, എന്നെ വീണ്ടും വിളിച്ച് ഞാൻ അവരുടെ മുമ്പിലേക്ക് പോയാൽ ഞാൻ കീഴ്പ്പെട്ടു പോകും എന്ന് സംശയമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കൊള്ളപ്പലിശക്കാരുമായിട്ട് എനിക്ക് കൂട്ടുകെട്ടുണ്ട്, ഞാൻ അവരെ വിട്ടു പോന്നാൽ എങ്ങനെയെങ്കിലും പിന്നെ അവരെന്നെ ഉപദ്രവിക്കും എന്ന് ചിലർക്കെങ്കിലും ഭയമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകുന്ന ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കുക. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം വളരെ ശക്തവും വ്യക്തവുമായ ഉറപ്പ് ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമക്കൾക്ക് നൽകുന്ന വളരെ സ്പഷ്ടമായ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. ദൈവം പറയുകയാണ്, യെരമ്യാ 15-ാം അധ്യായം 19-ാം വാക്യം: നീ വിലകെട്ടത് പറയാതെയോ അങ്ങനെയുള്ളവരെ കൂട്ടില്ലാതിരിക്കുന്നാൽ അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് പോവുകയില്ല. ഈ ജനത്തിനു മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും, അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. നീ ഇപ്പോൾ ഏത് കൂട്ടുകെട്ടിലാണ് ഇരിക്കുന്നത്? ആ കൂട്ടുകെട്ട് വിടാൻ നീ ഭയപ്പെടരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് പറയുന്നു, നിന്നെ ഞാനൊരു പിത്തള കോട്ടയായി ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, വിജയിക്കുകയില്ല. ദുഷ്ടരുടെ കയ്യിൽ നിന്നും അക്രമികളുടെ പിടിയിൽ നിന്നും ഞാൻ വന്ന് നിന്നെ വിടുവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അശുദ്ധമായ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ ഒരു ഭയവും ആരും വിചാരിക്കരുത്. മദ്യപാനികൾ മദ്യപിക്കുന്ന കൂട്ടുകെട്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. പുകവലിക്കുന്നവർ പുകവലിക്കുന്ന ആ കൂട്ടുകെട്ടുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. നിങ്ങളെ പുകവലിക്ക് നിർബന്ധിക്കുന്ന, മദ്യപാനത്തിലേക്ക് വലിച്ചൊഴിക്കുന്ന വ്യക്തികളോ കൂട്ടുകെട്ടുകളോ സംഘങ്ങളോ ഉണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് വിച്ഛേദിച്ച് ദൈവമാർഗത്തിൽ നടക്കുന്നവരുള്ള കൂട്ടുകെട്ടുകളിലേക്ക് നിങ്ങൾ ഉയരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു വേർപാട് അനിവാര്യമാണ്. ഒരു വ്യത്യാസം വേണം. ദൈവമാർഗത്തിൽ നടക്കുന്ന ഒരു ദൈവവൈതലും ലോകത്തിന്റെ മാർഗത്തിൽ അളിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസം ആവശ്യമുണ്ട്. അവർ തമ്മിൽ ഒരു വേർപാടുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ ഒരു പിത്തള കോട്ടയായി ഉയർത്തും.
ദൈവം നിന്നെ ഒരു ശക്തിയായി ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, വിജയിക്കുകയില്ല. നീ അവരുടെ അടുത്തേക്ക് പോവുകയില്ല, അവർ നിന്റെ അടുത്തേക്ക് വരും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ ധ്യാനം കൂടിയ ഒരു വ്യക്തി, ആ വ്യക്തി ആ പ്രദേശത്ത് വളരെയധികം തിന്മകൾക്കും പാപകരമായ വഴികളിലൂടെ നടന്ന് തിന്മകൾക്ക് അധീനനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മദ്യപിക്കുന്ന കാര്യത്തില് അദ്ദേഹം വളരെ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് വികാരിച്ചു പറഞ്ഞിങ്ങനെയാണ്, സാധാരണ എല്ലാവരും കള്ളുഷാപ്പിലേക്ക് പോയി കുടിക്കും, എന്നാൽ ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ കള്ളുഷാപ്പാണ്. അത്രയ്ക്കും കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ വ്യക്തി. അദ്ദേഹം ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ അദ്ദേഹത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായി. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ചീത്ത വഴികളിലൂടെ നടക്കുകയില്ല, ഇനി ഞാൻ മദ്യപാനത്തിന്റെ വഴികളിലേക്ക് പോവുകയില്ല, മദ്യപിക്കുന്നവരുടെ കൂട്ടുകെട്ടിന് പോവുകയില്ല. അങ്ങനെ അദ്ദേഹം ഉറച്ച തീരുമാനത്തോടെ സ്വന്തം നാട്ടിലേക്ക് പോയി. അവിടെ അദ്ദേഹം കുറച്ചു ദിവസങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഇടവക ദേവാലയത്തിൽ കുർബാനയ്ക്ക് പോയി. ദൈവത്തെ എന്നും ആരാധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും കൂടാൻ തുടങ്ങി. അദ്ദേഹത്തിന് മേൽ ദൈവത്തിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. 4 മണിയാകുമ്പോൾ, പണ്ട് കുടിക്കുന്ന നേരങ്ങളാകുമ്പോൾ വീണ്ടും വീണ്ടും ആ കൂട്ടുകെട്ടിലേക്ക് പോകണമെന്ന് പ്രേരണയും പ്രലോഭനങ്ങളും ഉണ്ടായി. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഒരിക്കൽ ഉപേക്ഷിച്ചത് എന്നേക്കുമായി ഞാൻ ഉപേക്ഷിച്ചു. വേണ്ട, ഒരിക്കൽ ഉപേക്ഷിച്ചത് എന്നേക്കും ഞാൻ ഉപേക്ഷിച്ചു. ആ സന്തോഷം ഇനി എനിക്ക് വേണ്ട. അങ്ങനെ അദ്ദേഹം പലതവണ മനസ്സിൽ വന്ന ചിന്തകളെ നിഹനിച്ചു കളഞ്ഞു, തള്ളിക്കളഞ്ഞു. അങ്ങനെ അദ്ദേഹം ത്യാഗത്തോടെ ആ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ ഇടവക ദേവാലയങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലും എന്നും അദ്ദേഹം സംബന്ധിച്ചു കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു നാളുകൾ പരിഹസിച്ചു. കള്ളപ്പുണ്യാളൻ എന്നൊക്കെ വിളിച്ച് പലതരത്തിലുള്ള ദുഷിവാക്കുകൾ പറഞ്ഞ് പരിഹസിച്ചു. എങ്കിലും ശരി, അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് പരിശുദ്ധാത്മ പ്രേരണ കൊടുത്തു. അട്ടപ്പാടി സഗീവൻ ധ്യാനകേന്ദ്രത്തിൽ പോയി 5 ദിവസം താമസമുള്ള ധ്യാന ശുശ്രൂഷകൾക്ക് പ്രേക്ഷിതവേല ചെയ്ത് സഹായിക്കണം. അങ്ങനെ അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ സ്വീകരിച്ച് ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് 5 ദിവസമുള്ള ധ്യാന ശുശ്രൂഷകൾക്ക് താമസിച്ച് പ്രേക്ഷിത വരയ്ക്ക് സഹായിച്ചു. ഭക്ഷണം പാചകം ചെയ്യാനും അതുപോലെ ഭക്ഷണശാലയിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും വിറക് കീറാനും ഇവിടെയുള്ള എല്ലാ ജോലികളിലും 100% ഉത്സാഹത്തോടെ അദ്ദേഹം പങ്കുചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴുള്ള നാട്ടിലുള്ള പഴയ കൂട്ടുകാര് ഇപ്പോൾ കൂട്ടുവെട്ടി, ഇപ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാതായി ഇവരെ പരിഹസിക്കാനും മാനസികമായി തകർക്കാനും ശ്രമിച്ചു. അവൻ അട്ടപ്പാടി പോയി കിടക്കുക, അവിടെ അടുക്കളപ്പണി ചെയ്താണ് അവൻ പണം ഉണ്ടാക്കുന്നത്. ഇവൻ ഇവിടെ ഒന്നും ഒരു നിവൃത്തിയില്ല, അട്ടപ്പാടിക്ക് കയറിയിരിക്കുകയാണ്. അവിടെ പോയി അടുക്കളപ്പണി ചെയ്താണ് പണം ഉണ്ടാക്കുന്നത്. ഇവൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ച് ആ നാട്ടിൽ മുഴുവൻ വളരെ ദുഷിച്ച വാക്കുകളും വളരെ മോശമായ കാര്യങ്ങളും വളരെ പരിഹാസ പാട്ടുകളെല്ലാം മദ്യപന്മാർ ചമച്ചു. എങ്കിലും അദ്ദേഹം മനസ്സ് കലങ്ങിയില്ല. അദ്ദേഹം ദൈവത്തിൽ ശരണപ്പെട്ട് ഉറച്ചു നിന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും കാലങ്ങൾക്ക് ശേഷം കർത്താവ് ഈ വ്യക്തിയെ അനുഗ്രഹിച്ചുയർത്തി. ആ പരിഹാസികളും ദുഷി പറഞ്ഞവരും എതിർത്തവരും പലതരത്തിലുള്ള തിന്മകളിൽ തളങ്ങിയവരും വലിയ വലിയ വമ്പന്മാരും കൊമ്പന്മാരുമായ പാപത്തിന്റെ എല്ലാ തിന്മകളും ഒഴുകി പാപത്തിൽ മൂത്ത് മുരടിച്ചവർ പോലും പിന്നീട് പതുക്കെ ഇയാളുടെ അടുത്തേക്ക് വന്നു. ഇയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അട്ടപ്പാടിക്ക് പോകണം, ഞങ്ങൾക്ക് ധ്യാനത്തിന് പോകണം, ഞങ്ങൾക്കൊരു മാറ്റം വരണം, ഞങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. അങ്ങനെ ആ പ്രദേശത്തുനിന്ന് 100 കണക്കിന് ആളുകൾ ഈ ഒരു വ്യക്തിയിലൂടെ ഈ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചീത്തയായ പാപവഴികൾ ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, ചീത്തയായ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് ചീത്തയായ വഴികളിലൂടെ നടക്കുന്നവരുടെ ബന്ധം വേർപെടുത്തി ദൈവമാർഗത്തിൽ ഒരു ദൈവവചനം വ്യാപരിച്ചപ്പോൾ ആ ദേശത്തുള്ള 100 കണക്കിന് പാപമാർഗത്തിൽ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ രക്ഷ അറിയാൻ കർത്താവ് അദ്ദേഹത്തിന് ഉപകരണമാക്കി. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങളെയും അട്ടപ്പാടിക്ക് കൊണ്ടുപോകണം, ഞങ്ങളെയും അട്ടപ്പാടിക്ക് കൊണ്ടുപോകണം, ഞങ്ങൾക്കും ധ്യാനം കൂടണം. ആ ദേശത്ത് 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മടങ്ങി വന്നു. അദ്ദേഹം അവരെല്ലാം ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ധ്യാനം കുടിച്ച് ആ ദേശത്ത് വലിയ ഉണർവുണ്ടായി. പ്രൈസ് ദി ലോർഡ്, യേശുവേ സ്തോത്രം. ഇതാണ് ജെറമിയ 15-ാം അധ്യായത്തിൽ 19 മുതൽ ഉള്ള വാക്യങ്ങൾ പറയണത്. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഈ ജനത്തിനു മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റായ വഴികളിൽ നടക്കുന്നവരുള്ള ബന്ധം അനിവാര്യമായൊരു കാര്യമല്ല. അത് കഴിഞ്ഞ് വേറെയും നല്ല വഴി, സന്തോഷത്തിന്റെ മാർഗങ്ങൾ വേറെയും ഉണ്ട്. യഥാർത്ഥ സന്തോഷത്തിന്റെ വഴികൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം ഒരു ദൈവ പൈതൽ ആത്മാർത്ഥമായി പാപവഴികൾ വിട്ട്
പാപവഴികളും കൂടെ നടക്കുന്നവരുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ ആ ദൈവം നൽകിയിരിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് എന്നും നിത്യജ്വാലയിൽ ജീവിക്കാനുള്ള കൃപ കൊടുക്കും. ദൈവത്തോട് കൂടെ എന്നും സഹവസിക്കാൻ ദൈവത്തിന്റെ ഒരു കൂട്ടുകാരനായി ദൈവം അദ്ദേഹത്തെ ഉയർത്തും. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ ഇപ്രകാരം ദൈവവചനത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 33-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ. അതിൽ 14-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാൻ സാധിക്കും? നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാൻ കഴിയും? ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, നമ്മിൽ ആർക്ക് നിത്യജ്വാലയിൽ ജീവിക്കാൻ കഴിയും? അതിനുള്ള മറുപടി തുടർന്നുള്ള ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളിൽ അവൻ പ്രതിരോധം ഉറപ്പിക്കും. അവന്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടും തീർച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ 4 നന്മകൾ കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഒന്ന്, അവൻ നിത്യജ്വാലയിൽ വസിക്കും. എന്നും കർത്താവിനോട് കൂട്ടുകൂടി അവൻ നടക്കും. എന്നും കർത്താവിനോട് കൂട്ടുകൂടി നടക്കും. എന്നും കർത്താവിന്റെ സൗഹൃദം അവന്റെ മേൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും കർത്താവിന്റെ സൗഹൃദം അവന്റെ മേലുണ്ടായിരിക്കും. ആര് നിത്യജ്വാലയിൽ വസിക്കും? കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, ചീത്ത കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, ആകാത്തത് കാണാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവൻ, ഇങ്ങനെ അശുദ്ധമായതിനോട് ബന്ധം വിച്ഛേദിച്ച് വേർപെട്ടു നിൽക്കുന്നവൻ ആരോ, അവൻ എന്നും ദൈവത്തോടുകൂടെ വസിക്കും. അവന്റെ കൂടെ ദൈവത്തിന്റെ സൗഹൃദം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.